വാഹന നിയമങ്ങൾ കർശനമാകുന്നു. വർഷത്തിൽ 5 ചലാൻ കിട്ടിയാൽ ലൈസൻസ് റദ്ദാക്കപ്പെടും. ചലാൻ കിട്ടിയാൽ 45 ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കണം. കുടിശ്ശികയുള്ള എല്ലാ വാഹനങ്ങളും കരിമ്പട്ടികയിൽപ്പെടുത്തും. ടി എസ് ഹരീഷ് വിവരങ്ങൾ വേണ്ട. ഹരി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും വളരെ ഒരുപാട് പേർക്ക് ഇപ്പോൾ തന്നെ ആളുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനവന് എന്തെങ്കിലും ഇതേപോലെ കുടിശ്ശിക ഉണ്ടോ എന്നത്. അതായത് കൃത്യമായി ആളുകളെ പിഴ ഒടുക്കണം എന്ന് നിർബന്ധിതരാക്കുകയും നിയമം പാലിക്കാൻ കർശനമായ ഒരു നിയമവ്യവസ്ഥ എന്ന നിലയ്ക്ക് തന്നെ കണക്കാക്കാം, അല്ലേ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെ കണക്കാക്കാം. പിന്നെ ഇത് നടപ്പാക്കി എടുക്കണം. അത് എങ്ങനെ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. മോട്ടോർ വാഹന നിയമങ്ങൾ പല ഭാഗത്തും നിയമലംഘനങ്ങൾ നടക്കുന്നുള്ളത് ഇപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അത് MVD കൃത്യമായി നിരീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പഴുതടച്ചുള്ള ഒരു നീക്കം MVDയുടെ ഭാഗത്തുനിന്നുണ്ടാക്കുന്നത്. അതും കുറച്ച് കർശനമായി തന്നെ ആ നിയമങ്ങൾ വരുന്നു, ആ ചട്ട ഭേദഗതി ചെയ്തുകൊണ്ട് വരുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിഴ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ, ഈ വാഹന ചെല്ലാൻ സംവിധാനം കർശനമാക്കി എന്ന് പറയാം. അതായത് വർഷത്തിൽ 5 ചെല്ലാൻ കിട്ടുകയാണെങ്കിൽ, 5 ചെല്ലാൻ കിട്ടി അത് അടയ്ക്കാതിരുന്നാലല്ല, 5 ചെല്ലാൻ വർഷത്തിൽ കിട്ടുകയാണെങ്കിൽ ലൈസൻസ് അയോഗ്യമാക്കും. അത് ഓട്ടോമാറ്റിക്കലി അയോഗ്യമാക്കും എന്നാണ് MVDയുടെ ആ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ ചെല്ലാൻ കിട്ടിയാൽ, ഒരു ചെല്ലാൻ കിട്ടുകയാണെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കണം. കുടിശ്ശികയുള്ള എല്ലാ വാഹനങ്ങളും കരിമ്പട്ടികയിൽപ്പെടുത്താം, ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താനുള്ള അധികാരമുണ്ട്. നിയമം ലംഘിക്കുന്ന വാഹനത്തിൻ്റെ RC ഉടമയ്ക്കെതിരായിരിക്കും എല്ലാ നിയമ നടപടികളും എടുക്കുക. ഇനിയിപ്പോൾ മറ്റാരെങ്കിലുമാണ് വാഹനം ഓടിക്കുന്നത് എങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം RC ഓണർക്കായിരിക്കും. ഇപ്പോൾ നമ്മുടെ വാഹനം മറ്റൊരാൾക്ക് കൊടുത്തുവിടുകയും ആ ഡ്രൈവർ വണ്ടി ഓടിച്ച് നിയമലംഘനം നടത്തുകയും ചെയ്താൽ നിയമ നടപടി വരുന്നത് ആ RC ഓണർക്കെതിരെയായിരിക്കും. പക്ഷേ ആ വണ്ടിയുടെ ഉടമ ആ വാഹനം ഓടിച്ചത് താനല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആ വാഹന ഉടമയ്ക്കായിരിക്കും. അങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിയമ നടപടി നേരിടേണ്ടി വരും. ഇതുപോലെ ഇങ്ങനെ വലിയ രീതിയിലുള്ള നിയമങ്ങളാണ് വന്നിരിക്കുന്നത്. അത് കൂടുതൽ കർക്കശമാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ആര് വാഹനം ഓടിച്ചാലും അത് കൃത്യമായി മോട്ടോർ വാഹന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് MVD നൽകുന്നത്. ശരി, വളരെ കർശനമായ ഒരു നിയമ സംവിധാനത്തിലേക്ക് MVD പോകുന്നു എന്നതാണ്. വർഷത്തിൽ